നമസ്കാരം. ലേസർ എന്ന് കേൾക്കാത്ത ആരുമുണ്ടാവില്ല. നാം ഒരു സൂപ്പർ മാർക്കറ്റിലോ ഇപ്പോൾ സാധാരണ കടകളിൽ പോലും ബില്ല് ചെയ്യുമ്പോൾ ഒരു സ്കാൻ ചെയ്യാനായി ഒരു ഉപകരണം, അതിൽ നിന്നൊരു ചുമന്ന വെളിച്ചം വരുന്നത് കണ്ടിട്ടില്ലേ? അത് ലേസറാണ്. അധ്യാപകർ ക്ലാസ് എടുക്കുമ്പോൾ സ്ക്രീനിലേക്ക് പോയിന്റ് ചെയ്യുന്ന ഒരു ചുമന്ന വെളിച്ചം കണ്ടിട്ടില്ലേ? ഒരു പേനയോളം വലിപ്പമുള്ള ഒരു ചെറിയ ഉപകരണം, അത് ലേസറാണ്. അവിടം കൊണ്ടൊന്നും തീർന്നില്ല. കളിപ്പാട്ടങ്ങളിൽ, വ്യവസായങ്ങളിൽ, വലിയ ഗാർമെന്റ് ഇൻഡസ്ട്രികളിലൊക്കെ മീറ്ററുകളോളം കട്ടിയിൽ അടുക്കി വെച്ചിരിക്കുന്ന തുണി മുറിക്കുന്നത് ലേസർ വെച്ചിട്ടാണ്. പബ്ലിഷിംഗ് ഹൗസുകളിൽ, പ്രിന്റിംഗ് ഹൗസുകളിൽ സൂക്ഷ്മതയോടെ പേപ്പർ കട്ട് ചെയ്യുന്നത് ലേസർ ഉപയോഗിച്ചിട്ടാണ്. ലേസർ ശസ്ത്രക്രിയ ഇന്ന് സർവ്വസാധാരണമാണ്. കണ്ണിലെ അതിസൂക്ഷ്മമായ ഞരമ്പുകൾ പോലും ശസ്ത്രക്രിയ ചെയ്യാൻ ഇന്ന് ഉപയോഗിക്കുന്നത് ലേസറാണ്. സായുധ സേനകൾ വളരെ സർവ്വസാധാരണമായി ലേസർ ഉപയോഗിക്കുന്ന തോക്കുകളും ബോംബുകളും വിമാനങ്ങളും എല്ലാം ഇന്ന് ലോകം മുഴുവനുമുള്ള പ്രധാനപ്പെട്ട സായുധ സേനകളുടെ ഭാഗമാണ്. നമ്മുടെ സമൂഹത്തിലെ ഓരോ മനുഷ്യരുടെയും സർവമാന ജീവിത മേഖലകളിലും ലേസർ ഒരു അനിവാര്യ ഘടകമായി മാറിക്കഴിഞ്ഞു, വെള്ളവും വൈദ്യുതിയും പോലെ. പക്ഷേ എന്താണ് ഈ ലേസർ? അതിന് പിന്നിലെ സയൻസ് എന്താണ്? ഇത് അത്ര എളുപ്പമല്ല, അതിത്തിരി സങ്കീർണമാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഇതിൻ്റെ സയൻസ് എന്ന് പഠിക്കാൻ പൊതുവെ ആരും മെനക്കെടാറുമില്ല. ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, ആ മേഖലയിൽ പഠിക്കുന്നവർ, അതും ഉന്നത വിദ്യാഭ്യാസ രംഗങ്ങളിലേക്ക് പോകുമ്പോൾ, MSc, MTech ആ ലെവലുകളിലേക്കൊക്കെ പോകുമ്പോൾ മാത്രമേ ലേസറിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാറുള്ളൂ. കാരണം അതിത്തിരി സങ്കീർണമാണ്. അങ്ങനെ നമ്മുടെയൊക്കെ ജീവിതത്തിലെ സർവ്വസാധാരണമായ ആ ഒരു ടെക്നോളജിയുടെ അടിസ്ഥാന ശാസ്ത്രം എന്താണെന്ന് പറയാനാണ് ഞാൻ ഈ വീഡിയോയിൽ ശ്രമിക്കുന്നത്. കഴിയുന്നത്ര ലളിതമായി അത് പറയാൻ ശ്രമിക്കാം. ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ എന്നാണ് ഈ ലേസർ എന്നതിൻ്റെ പൂർണ്ണരൂപം. അതിലെ ഓരോ വാക്കും വളരെ പ്രധാനമാണ്. ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പ്രകാശം, ദൃശ്യപ്രകാശം. അപ്പോൾ ഈ ലേസർ എന്ന് പറയുന്നത് ദൃശ്യപ്രകാശത്തിൻ്റെ, നാം കാണുന്ന പ്രകാശത്തിൻ്റെ റേഞ്ചിൽ വരുന്ന ഒരു ടെക്നോളജിയാണ്. അടുത്തത് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. ഇതിലെ സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്താണെന്ന് നാം വിശദമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ നാം വിശദമായി മനസ്സിലാക്കേണ്ട മറ്റൊരു വാക്കുണ്ട് ഈ ലേസർ പഠിക്കുമ്പോൾ. അത് ഒന്ന് അബ്സോർപ്ഷൻ എന്താണെന്ന് മനസ്സിലാക്കണം. ഈ പറഞ്ഞ സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്താണെന്ന് മനസ്സിലാക്കണം. സ്പോണ്ടേനിയസ് എമിഷൻ എന്നൊരു പ്രതിഭാസമുണ്ട്, അതെന്താണെന്ന് നാം മനസ്സിലാക്കണം. എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ട്, അതും നാം മനസ്സിലാക്കണം. ഞാനത് ഓരോന്നായി വിശദീകരിക്കാൻ ശ്രമിക്കട്ടെ. നമുക്കറിയാം ഒരു ആറ്റം, ആ ഒരു ആറ്റത്തിൻ്റെ ഘടന എന്താണ്? പ്രോട്ടോണും ന്യൂട്രോണും അടങ്ങിയ ഒരു ന്യൂക്ലിയസ്. എത്ര പ്രോട്ടോൺ ഉണ്ടോ അത്രയും ഇലക്ട്രോണുകളും ഒരു ആറ്റത്തിലുണ്ടാകും. പക്ഷേ അത് ന്യൂക്ലിയസിലല്ല, അത് ആ ന്യൂക്ലിയസിന് പുറത്ത് വിവിധ ഓർബിറ്റുകളിലായി ആ ഇലക്ട്രോണുകൾ ഈ ന്യൂക്ലിയസിനെ വലം വെച്ചുകൊണ്ടിരിക്കുകയാണ്, ഓർബിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതാണ് ഒരു ആറ്റത്തിൻ്റെ അടിസ്ഥാന ഘടന. അതുപോലെ മറ്റൊന്ന് നാം മനസ്സിലാക്കണം. ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വ വസ്തുക്കൾക്കും ഉള്ള ഒരു അടിസ്ഥാനപരമായ ടെൻഡൻസിയുണ്ട്, ഒരു പ്രോപ്പർട്ടിയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ സ്വന്തം ഊർജ നിലയെ കുറയ്ക്കാനുള്ള ആ ഒരു താല്പര്യം, ആ ഒരു ടെൻഡൻസി. ഉയർന്ന ഊർജ നിലകളിൽ ഇരിക്കാൻ ഒരു വസ്തുവും ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഏറ്റവും താഴ്ന്ന നിലയിലിരിക്കുന്ന ഒരു കല്ല്, അതിനെ നമ്മൾ കുറച്ച് എനർജി അതിലേക്ക് കൊടുത്തുകൊണ്ട് മുകളിലേക്ക് വെക്കും. നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ അവിടെ എനർജി അപ്ലൈ ചെയ്യല്ലേ. അപ്പോൾ നാം കൊടുക്കുന്ന ആ എനർജി ആ കല്ല് സ്വീകരിക്കുകയാണ്, എന്നിട്ട് അത് മുകളിലിരിക്കുകയാണ്. ആ മുകളിലിരിക്കുമ്പോൾ അതിൻ്റെ എനർജി കൂടുതലാണ്, പൊട്ടൻഷ്യൽ എനർജി കൂടുതലാണ്. ഈ കല്ല് എന്തെങ്കിലും ഒരു അവസരം കിട്ടിയാൽ അത് ഉരുണ്ട് താഴെ വീഴില്ലേ? അല്ലെങ്കിൽ ഒരു തള്ളു കൊടുത്താൽ ഈ കല്ല് താഴേക്ക് വീഴില്ലേ? ഈ എനർജി കുറയ്ക്കാനുള്ള ഒരു ടെൻഡൻസിയാണ്. ഈ എനർജി കുറയ്ക്കാനുള്ള ടെൻഡൻസി കൊണ്ടാണ് ഉയർന്ന വാട്ടർ ടാങ്കുകളിൽ കെട്ടി നിർത്തിയിരിക്കുന്ന വെള്ളം ഒരു പൈപ്പ് തുറക്കുമ്പോൾ അത് താഴേക്ക് വരുന്നത്. എന്തെങ്കിലും ഒരു ലീക്കോ എവിടെയെങ്കിലും ഒരവസരം കിട്ടിക്കഴിഞ്ഞാൽ അത് പുറത്ത് ചാടുന്നത്. ഇത് ഈ പ്രകൃതിയിലുള്ള ഒരു വലിയ പ്രതിഭാസമാണ്. ഒരു എനർജി അങ്ങോട്ട് കൊടുത്തുകൊണ്ടാണ് നമ്മളതിനെ ഒരു ഉയർന്ന ഊർജ്ജ നിലയിലേക്ക് കൊണ്ടുപോകുന്നത്. ആ ഊർജ്ജ നിലയിൽ അത് സ്റ്റേബിൾ അല്ല, എന്തെങ്കിലും ചാൻസ് കിട്ടിയാൽ അത് താഴേക്ക് വരും. അപ്പോൾ അത് സ്വീകരിച്ച എനർജി എന്തോ അത് പുറത്തേക്ക് വിട്ടുകൊണ്ട് അത് ആ കല്ല് താഴേക്ക് വരും, അല്ലെങ്കിൽ ആ വെള്ളം താഴേക്ക് വരും. അങ്ങനെ എന്ത് വസ്തുവും
ഈ അടിസ്ഥാനപരമായ പ്രോപ്പർട്ടിയാണ് ലേസറിലും ഉപയോഗിക്കുന്നത്. അതെങ്ങനെ? സംശയം തോന്നാം. നമ്മൾ ആറ്റത്തിനെ പറ്റി പറഞ്ഞു. ആ ആറ്റത്തിലെ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകൾ വിവിധ ഓർബിറ്റുകളിലാണ് കറങ്ങുന്നത് എന്നും നമ്മൾ പറഞ്ഞു. ഈ ഓർബിറ്റുകൾ എന്ന് പറയുന്നത് ഓരോരോ ഊർജ്ജ നിലകളിലുള്ളതാണ്. ഏറ്റവും താഴ്ന്ന ഓർബിറ്റിലായിരിക്കും ഏറ്റവും കുറഞ്ഞ ഊർജ്ജനില അല്ലെങ്കിൽ എനർജി ലെവൽ. അതിന് മുകളിലുള്ള ഓർബിറ്റിൽ അതിനേക്കാൾ കൂടിയ ഊർജ്ജനിലയായിരിക്കും. അതിന് മുകളിലുള്ള ഓർബിറ്റിൽ അതിലും കൂടിയതായിരിക്കും. നമുക്കറിയാമല്ലോ, ഒരു സാധനം മുകളിലേക്ക് പോകുന്തോറും അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കൂടിക്കൂടി വരും. ഏറ്റവും ഉയരത്തിൽ നിന്ന് വീഴുന്ന ഒരു സാധനം ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ വലുതായിരിക്കും. എന്നാൽ ഏറ്റവും താഴ്ന്ന നില, ഇപ്പോൾ ഒരു മേശപ്പുറത്ത് നിന്ന് ഒരാൾ വീഴുന്നതും ഒരു 5 നില കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് വീഴുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്, അല്ലേ? ഉയർച്ച കൂടുമ്പോൾ വീഴ്ചയ്ക്ക് ശക്തി കൂടും എന്ന ഒരാപ്തവാക്യം കൂടി നമ്മൾ ഓർക്കുക. അപ്പോൾ ഉയർന്ന ഓർബിറ്റുകളിലുള്ള ഇലക്ട്രോണുകൾക്ക് ഉയർന്ന ഊർജ്ജനില ഉണ്ടാകും. താഴ്ന്ന ഓർബിറ്റുകളിലുള്ള ഇലക്ട്രോണുകൾക്ക് താഴ്ന്ന ഊർജ്ജനിലയും ഉണ്ടാകും. ഇവിടെയാണ് അബ്സോർപ്ഷൻ എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. താഴ്ന്ന ഊർജ്ജനിലയിലുള്ള ഒരു ഇലക്ട്രോണിന് ഒരു എനർജി കൊടുത്തുകൊണ്ട് ആ എനർജി സ്വീകരിക്കുമ്പോൾ ഈ ഇലക്ട്രോൺ ഒരു ഉയർന്ന അതിൻ്റെ മുകളിലുള്ള ഊർജ്ജനിലയിലേക്ക് പോകും. അപ്പോൾ എന്താണ് സംഭവിക്കുക? ഉയർന്ന ഊർജ്ജനിലയിലുള്ള ഒന്നും സ്റ്റേബിൾ അല്ല. അതിന് താഴേക്ക് വരാനുള്ള ടെൻഡൻസി ഉണ്ട്. ആ ഇലക്ട്രോൺ അവിടെ അധിക സമയം നിൽക്കാതെ എന്താണോ അത് സ്വീകരിച്ചത് അത് നേരെ പുറത്തേക്ക് വിട്ടുകൊണ്ട് അത് താഴേക്ക് വരും. ഇതാണ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നതും. അതേപോലെ തന്നെ സ്വയം താഴേക്ക് ഇത് വരുന്നു. അതിൻ്റെ പേരാണ് സ്പോണ്ടേനിയസ് എമിഷൻ. സ്പോണ്ടേനിയസ് ആണത്. അത് ആരുടെയും പ്രേരണയില്ലാതെ സ്വയം ചെയ്യുന്നതാണ്. ഒരു ഇരുമ്പ് കമ്പി നമ്മൾ പഴുപ്പിക്കുന്നു. എന്താണ് ചെയ്യുന്നത്? നമ്മൾ പുറത്തു നിന്ന് എനർജി അതിലേക്ക് കൊടുക്കുകയാണ്. കുറച്ച് കഴിഞ്ഞ് എന്ത് സംഭവിക്കും? ഈ സ്വീകരിച്ച എനർജി അത് പുറത്തേക്ക് വിട്ടുകൊണ്ട് ഈ ഇരുമ്പ് കമ്പി തണുക്കും. അത് പഴയ അവസ്ഥയിലെത്തും. അതായത് ഉയർന്ന ഊർജ്ജനിലയിൽ നിന്ന് താഴ്ന്ന ഊർജ്ജനിലയിലേക്ക് വരും. അപ്പോൾ സ്വീകരിച്ച ചൂട് അത് പുറത്തേക്ക് വിട്ടു. ഇതാണ് സ്പോണ്ടേനിയസ് എമിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അബ്സോർബ് ചെയ്യുക, ഒരു എനർജിയെ അബ്സോർബ് ചെയ്തുകൊണ്ട് സ്പോണ്ടേനിയസ് എമിഷനിലൂടെ അത് പുറത്തേക്ക് വിട്ടു. ഇത് പക്ഷേ ലേസർ അല്ല. ലേസർ അതിൻ്റെ ഡീറ്റെയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ലൈറ്റിൻ്റെ ഒരു പ്രത്യേകത നാം മനസ്സിലാക്കണം. ലൈറ്റ് അത് തരംഗ രൂപത്തിലാണ് ലൈറ്റ് സഞ്ചരിക്കുന്നത്, നമുക്കറിയാം. പക്ഷേ ലൈറ്റ് എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗങ്ങൾ മാത്രമല്ല, അവ ഫോട്ടോണുകൾ കൂടിയാണ്. ഫോട്ടോൺ എന്ന് പറഞ്ഞാൽ ക്വാണ്ടം തിയറി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എനർജി ലൈറ്റ് സഞ്ചരിക്കുന്നത് ക്വാണ്ടങ്ങളായിട്ടാണ്, പാക്കറ്റുകളായിട്ടാണ്. അങ്ങനെ പാക്കറ്റുകളായി സഞ്ചരിക്കുന്ന ഫോട്ടോണുകളുടെ ഒരു പ്രവാഹമാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സായി, ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗങ്ങളായി മാറുന്നത്. അതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗം എന്ന് പറഞ്ഞാൽ. ലൈറ്റ് എന്ന് പറയുന്നത് കോടിക്കണക്കിന് ഫോട്ടോണുകളുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രവാഹമാണ്. ഓരോ ഫോട്ടോണും വേണമെങ്കിൽ അതിനെ ഓരോ പാക്കറ്റായിട്ട് എടുക്കാം. നമ്മുടെ ദൃശ്യപ്രകാശത്തിൽ എന്താണ്? സൂര്യപ്രകാശത്തിലും ഈ വെളുത്ത പ്രകാശത്തിലുമൊക്കെ അതിൻ്റെ അകത്ത് ഒരേ വേവ് ലെങ്തിലുള്ള ലൈറ്റ് അല്ല. അത് 7 വേവ് ലെങ്തിലുള്ള 7 ലൈറ്റുകൾ ചേർന്നതാണ് നാം കാണുന്ന ഈ ദൃശ്യപ്രകാശം. അത് വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്, മഴവില്ലിലെ 7 നിറങ്ങൾ. ഈ 7 കൂടി ചേരുമ്പോഴാണ് അത് വെള്ളപ്രകാശമായി മാറുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാണുന്ന പ്രകാശത്തെ അതൊരിക്കലും മോണോക്രോമാറ്റിക് അല്ല. അത് മൾട്ടി ക്രോമാറ്റിക് ആണ്. എന്നാൽ അതിലെ ഓരോ ലൈറ്റും റെഡ്, ബ്ലൂ, ഗ്രീൻ, യെല്ലോ ഇതെല്ലാം ഓരോരോ തരംഗദൈർഘ്യത്തിലുള്ളതാണ്, ഓരോരോ വേവ് ലെങ്തിലുള്ളതാണ്. അവയെല്ലാം മോണോക്രോമാറ്റിക്കുമാണ്. അങ്ങനെ 7 മോണോക്രോമാറ്റിക് തരംഗങ്ങൾ ചേരുന്നതാണ് വെളുത്ത പ്രകാശം എന്ന് പറയുന്നത്. അത് മൾട്ടി ക്രോമാറ്റിക്കാണ്. മോണോക്രോമാറ്റിക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരേ വേവ് ലെങ്തിലുള്ള ലൈറ്റ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ചുവന്ന പ്രകാശം ഒരു മോണോക്രോമാറ്റിക്കാണ്. നീലപ്രകാശം ഒരു മോണോക്രോമാറ്റിക്കാണ്. വയലറ്റ് പ്രകാശം ഒരു മോണോക്രോമാറ്റിക്കാണ്. ലേസറിൽ ഉപയോഗിക്കുന്നത് ഒരു മോണോക്രോമാറ്റിക് ലൈറ്റാണ് ഉപയോഗിക്കുക. അത്രയും മനസ്സിലാക്കുക. പക്ഷേ ഇത് മോണോക്രോമാറ്റിക് ആണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല. ഒരു മോണോക്രോമാറ്റിക് പ്രകാശരശ്മിയിൽ ആയിരക്കണക്കിന് തരംഗങ്ങളുണ്ടാകും. ഒരേ വേവ് ലെങ്തിലുള്ളതായിരിക്കും. പക്ഷേ അത് വിവിധ ഫേസുകളിലായിരിക്കും. എന്താണ് ഫേസ് തരംഗങ്ങളുടെ? നമുക്കറിയാം തരംഗങ്ങളുടെ ഷേപ്പ് എന്താണ്. ആ തരംഗങ്ങളുടെ ഷേപ്പ് ഒരു ഉയരത്തിലേക്ക് പോയി താഴേക്ക് വന്ന് വീണ്ടും മേളിലേക്ക്. ഇതാണ് ഒരു സമ്പൂർണ്ണ തരംഗം അല്ലെങ്കിൽ വേവ് എന്ന് പറയുന്നത്.
അനേകം വേവുകൾ വരുമ്പോൾ ഈ തരംഗങ്ങളുടെ ഈ മൂവ്മെൻ്റ് ഉണ്ടല്ലോ അത് ഒരുപോലെ ആയിരിക്കില്ല സാധാരണഗതിയിൽ. ഒരു തരംഗം അതിങ്ങനെ മുകളിലേക്ക് പോകുമ്പോൾ അടുത്ത തരംഗം ഇങ്ങനെയായിരിക്കും വരിക. വേവ് ലെങ്ത് ഒന്നാണെങ്കിലും ഇത് ഡിഫറൻറ്റ് ഫേസ് ആയിരിക്കും. ഒന്ന് അങ്ങോട്ട് പോകുമ്പം ഒന്ന് ഇങ്ങോട്ട് പോകും. ഒരെണ്ണം ഇത്തിരി സ്പീഡിൽ പോകുമ്പം ഒരെണ്ണം അതിൻ്റെ പുറകിലായിരിക്കും പോവുക. ഒരേ വേഗതയായിരിക്കും, പക്ഷേ അതൊരടുക്കും ചിട്ടയും അതിനുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിക്കുക? ഈ പ്രകാശം അധിക ദൂരം എത്തില്ല സോഴ്സിൽ നിന്ന്. അതിനെ ഫോക്കസ് ചെയ്യാനും കഴിയില്ല. മൾട്ടി ഫേസ് ആയിരിക്കും അത്. എന്നാൽ ഈ പ്രകാശത്തെ, ഈ ഒരു മോണോക്രോമാറ്റിക് പ്രകാശത്തെ കൃത്യമായി എല്ലാ തരംഗങ്ങളും ഒരേപോലെ ഒരേ ഫേസിൽ ആക്കാൻ സാധിച്ചാൽ അത് വളരെ ദൂരം സഞ്ചരിക്കും. അത് ചെതറിപ്പോവില്ല. അത് ഹൈലി പോയിൻറ്റഡുമായിരിക്കും. ഉദാഹരണത്തിന് മാർച്ച് ചെയ്യുന്ന പട്ടാളക്കാർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അവർ എല്ലാവരും ഒരേപോലെയായിരിക്കും കൈ വീശുക. എല്ലാവരും ഒരേപോലെയായിരിക്കും കാല് മുമ്പോട്ട് വെക്കുക. അവർ ഒരേപോലെയായിരിക്കും തല തിരിക്കുക. കൃത്യമായി ഒരു യൂണിഫോം മോഷനാണത്. അവർ ഒരേ യൂണിഫോമിലുമായിരിക്കും. എന്നാൽ ഈ ഒരേ യൂണിഫോമിലുള്ള ഈ പട്ടാളക്കാർ, ഒരാൾ ഇത്തിരി സ്പീഡിൽ പോകുന്നു, ഒരാൾ പതുക്കെ പോകുന്നു, ഒരാൾ അങ്ങോട്ട് നോക്കുന്നു, ഒരാൾ ഇങ്ങോട്ട് നോക്കുന്നു, ഒരാൾ കൈ വീശുന്നു, ഒരാൾ കൈ വീശുന്നില്ല, ഒരാൾ വലത് കൈ വീശുമ്പോൾ മറ്റേയാൾ ഇടത് കൈ വീശുന്നു. അങ്ങനെയാണെങ്കിൽ അതെത്ര അരോചകമായിരിക്കും ആ കാഴ്ച. ആരും അത് ശ്രദ്ധിക്കുക പോലുമില്ല. എന്നാൽ കൃത്യമായ അച്ചടക്കത്തോടുകൂടി മാർച്ച് ചെയ്ത് നീങ്ങുന്ന ഒരു പട്ടാളക്കാർ, അവരുടെ ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അത് ഹൈലി ഫോക്കസ്ഡ് ആണ്. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഈ രീതിയിലുള്ള ലൈറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഇനി ഞാൻ ആദ്യം പറഞ്ഞതിലേക്ക് വരാം. എന്താണ്? ഒരു പ്രകാശത്തിനെ, ഒരു ഫോട്ടോണിനെ അബ്സോർബ് ചെയ്തുകൊണ്ട് ഒരു വലിയ എനർജി ലെവലിലേക്ക് പോയ ഇലക്ട്രോൺ അത് സ്പോണ്ടേനിയസ് ആയിട്ട് തന്നെ ആ ഫോട്ടോണിനെ പുറത്തേക്ക് വിട്ട് അത് പഴയ ഊർജ്ജ നിലയിലേക്ക് പോകും. ഇത് സാധാരണ സംഭവിക്കുന്ന കാര്യമാണ്. അതിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. എന്നാൽ ഉയർന്ന ഊർജ്ജ നിലയിലേക്ക് പോയിരിക്കുന്ന ഒരു ഇലക്ട്രോൺ, അങ്ങനെയുള്ള അവസ്ഥയ്ക്ക് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്നാണ് പറയുക. എക്സൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് ആൻ ആറ്റം എന്നാണ് പറയുക. അങ്ങനെ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിൽക്കുന്ന ഒരു ആറ്റത്തിലേക്ക് ഒരു ഫോട്ടോൺ ഫയർ ചെയ്താൽ, ഒരു ഫോട്ടോൺ അങ്ങോട്ട് കൊടുത്താൽ, ആ ഫോട്ടോൺ ഈ ഇലക്ട്രോണിനെ ഉത്തേജിപ്പിച്ച് അതിനെ താഴേക്ക് വരാൻ പ്രേരിപ്പിക്കും. അത് മാത്രവുമല്ല, അപ്പോഴൊരു ഫോട്ടോൺ പുറത്തേക്ക് വിടും. കൂടാതെ പുറത്തു നിന്ന് കൊടുക്കുന്ന ഫോട്ടോണും കൂടെ വരും. ഈ രണ്ട് ഫോട്ടോണുകളും ഒരേ തരംഗദൈർഘ്യത്തിലുള്ളതായിരിക്കും, ഒരേ വേവ് ലെങ്തിലുള്ളതായിരിക്കും, ഒരേ ഫേസിലുള്ളതായിരിക്കും. അതാണ് ലേസർ. അങ്ങനെ വരുന്ന ആ എമിഷനാണ് സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്ന് പറയുന്നത്. സ്റ്റിമുലേറ്റ് ചെയ്യുക. ഉയർന്ന നിലയിലിരിക്കുന്ന ഒരു കല്ല്, ആ കല്ല് ഉയർന്ന നിലയിൽ തന്നെയാണ്. അതിനെ ഒരു തള്ളു കൊടുത്താൽ ആണ് താഴേക്ക് വരുന്നതെങ്കിൽ ആ കൊടുക്കുന്ന തള്ളും അങ്ങനെ അതിനെ ആ താഴേക്ക് വരാൻ ആ കല്ലിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ്. അതേപോലെ ഉയർന്ന എനർജി ലെവലിലിരിക്കുന്ന ഒരു ഇലക്ട്രോണിനെ താഴേക്ക് വരാൻ ഒരു ഫോട്ടോൺ ഉപയോഗിച്ച് സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന എമിഷൻ, അതാണ് സ്റ്റിമുലേറ്റഡ് എമിഷൻ. ആ സ്റ്റിമുലേറ്റഡ് എമിഷനിലൂടെ പുറത്തു വരുന്ന ഫോട്ടോണുകൾ, 2 ഫോട്ടോണുകൾ ഉണ്ടാകും. ആ 2 ഫോട്ടോണുകളും ഒരേ വേവ് ലെങ്തിലുള്ളതായിരിക്കും, ഒരേ ഫ്രീക്വൻസി ആയിരിക്കും, ഒരേ ഫേസിലുമായിരിക്കും. അങ്ങനെ ഒരു വസ്തുവിലെ കോടിക്കണക്കിന് ആറ്റങ്ങളെ ഇതേപോലെ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് എത്തിച്ച് അതിലേക്ക് സ്റ്റിമുലേറ്റഡ് എമിഷന് പ്രേരിപ്പിച്ചാൽ അതിൽ നിന്ന് പുറത്തു വരുന്ന എല്ലാ തരംഗങ്ങളും ഈ പറഞ്ഞതുപോലെ ഒരേ ഫ്രീക്വൻസിയും ഒരേ വേവ് ലെങ്തും ഒരേ ഫേസിലുമുള്ളതായിരിക്കും. അതാണ് ലേസർ. അപ്പോൾ ലൈറ്റ്, ആംപ്ലിഫിക്കേഷൻ, സ്റ്റിമുലേറ്റഡ് എമിഷൻ, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി. അബ്സോർപ്ഷൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ പുറത്തു നിന്നൊരു ഫോട്ടോണിനെ അബ്സോർബ് ചെയ്യുന്നതാണ് അബ്സോർപ്ഷൻ. സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്താണെന്ന് നമ്മൾ കണ്ടു. അതേപോലെ സ്പോണ്ടേനിയസ് എമിഷനും എന്താണെന്ന് കണ്ടു. സ്പോണ്ടേനിയസ് എമിഷനും സ്റ്റിമുലേറ്റഡ് എമിഷനും തമ്മിലുള്ള വ്യത്യാസവും നമ്മൾ കണ്ടു. ഇങ്ങനെ ലേസറിന് വിധേയമാക്കാൻ കഴിയുന്ന വസ്തുക്കൾ ചിലതുണ്ട്. ആദ്യകാലത്ത് റൂബി ഉപയോഗിച്ചിട്ടാണ്. റൂബി എന്ന് പറയുന്ന ഒരു രത്നമാണ്, ഒരു കല്ലാണത്. ആ റൂബിയിലേക്ക് ഫോട്ടോണുകളെ പുറത്തു നിന്ന് കൊടുത്ത് ആ ഫോട്ടോണുകളെ അബ്സോർബ് ചെയ്ത് പുറത്തേക്ക് ലേസർ അയക്കുന്ന ടെക്നോളജിയാണ് റൂബി ലേസർ. അതേപോലെ തന്നെ ഇപ്പോൾ സെമി കണ്ടക്ടർ ലേസർ ഉണ്ട്, ഹീലിയം നിയോൺ ലേസർ ഉണ്ട്. അങ്ങനെ എല്ലാ കളറിലുമുള്ള ലേസറുകൾ ഇന്നുണ്ട്. എത്രത്തോളം ആറ്റത്തെ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ എത്തിച്ച് സ്റ്റിമുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നോ അത്രത്തോളം പുറത്തു വരുന്ന പ്രകാശത്തിൻ്റെയും ശക്തിയും അതിൻ്റെ ദൂരവും അത് കവർ ചെയ്യാൻ സാധിക്കുന്ന ദൂരവും എല്ലാം കൂടും. ഇപ്പോൾ സാധാരണ ഒരു ലേസർ നമ്മൾ ഷോപ്പിലൊക്കെ സ്കാൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ലേസർ അതത്ര അപകടകാരിയൊന്നുമല്ല. എന്നാൽ
ഇൻഡസ്ട്രിയിലൊക്കെ മെറ്റൽ വരെ കട്ട് ചെയ്യാൻ ലേസർ ഉപയോഗിക്കാറുണ്ട്. മെറ്റൽ വരെ കട്ട് ചെയ്യാൻ. ഇപ്പോൾ പേനാക്കത്തിയും വലിയ ഒരു വാക്കത്തിയും തമ്മിലുള്ള വ്യത്യാസമാണ്. രണ്ടിലും ഇരുമ്പുണ്ട്, പക്ഷേ അതിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലായിരിക്കും. അതിൻ്റെ നിർമ്മാണത്തിന് ആ വ്യത്യാസം എല്ലാ മേഖലയിലുമുണ്ട്. ഇങ്ങനെ വരുന്ന ആ ലേസർ രശ്മിക്ക് കിലോമീറ്ററുകളോളം സഞ്ചരിക്കാൻ കഴിയും. സാധാരണ ഒരു ടോർച്ചിലെ പ്രകാശത്തിന് ഏതാനും മീറ്ററുകൾ സഞ്ചരിക്കാൻ പറ്റും. ഒരു ബൾബ്, അത് മോണോക്രോമാറ്റിക് ബൾബാണെന്ന് തന്നെ ഇരിക്കട്ടെ, മഞ്ഞ നിറത്തിലുള്ള, ഇപ്പം നിയോൺ ബൾബുകൾ കണ്ടില്ലേ, ഹീലിയം മഞ്ഞ നിറത്തിൽ റോഡ് സൈഡിലൊക്കെയുള്ള, അത് എത്ര ദൂരം പോകും ആ പ്രകാശം? അതെന്തുകൊണ്ടാണത്? അത് മോണോക്രോമാറ്റിക്കാണ്, പക്ഷേ പല ഫേസിലുള്ള പ്രകാശമാണ്. എന്നാൽ ഈ ലേസറിലുള്ള രശ്മികൾ എന്ന് പറയുന്ന തരംഗങ്ങൾ എന്ന് പറയുന്നത് അത് മോണോക്രോമാറ്റിക്കുമാണ്, ഒരേ ഫേസിലുമുള്ളതായതുകൊണ്ട് അത് ഒരു മുടിനാരിൻ്റെ വണ്ണത്തിലുള്ള പ്രകാശരശ്മിയായാലും അത് കിലോമീറ്ററുകളോളം പോകും. അങ്ങനെയാണ് ലേസർ ബോംബുകളൊക്കെ ഉപയോഗിക്കുന്നത്. ഒരു യുദ്ധവിമാനത്തിൽ അതിലൊരു ലേസർ പോയിൻ്റർ ഉണ്ടാകും. ശക്തിയേറിയ ആ ലേസർ പോയിൻ്റർ കൊണ്ട് അതിൻ്റെ ലക്ഷ്യത്തിൽ അതൊരു മാർക്ക് ചെയ്യും. ആ മാർക്കിനെ ലക്ഷ്യമാക്കി ആയിരിക്കും അതിൽ നിന്ന് ബോംബും മിസൈലും പോവുക. കൃത്യമായിട്ട് അവിടെ ചെന്ന് പതിക്കും. സിനിമകളിലൊക്കെ ലേസർ ഗൈഡഡ് ആയിട്ടുള്ള തോക്കുകൾ കണ്ടിട്ടില്ലേ? ഒരു ചുവന്ന പ്രകാശം ചെന്ന് പതിക്കും. അതിന് എവിടേക്കാണോ അത് എയിം ചെയ്യുന്നത് കൃത്യമായിട്ട് അവിടെ ആ വെടിയുണ്ട ചെന്ന് കൊള്ളാനുള്ള ആ പോയിന്റിലേക്ക് അത് പോയിന്റ് ചെയ്യും. ഇങ്ങനെ ലേസർ ഇന്ന് അപസർപ്പക കഥകളിൽ മാത്രമല്ല, പണ്ടൊക്കെ ഇത് അപസർപ്പക കഥകളിൽ മാത്രമുണ്ടായിരുന്ന ടെക്നോളജിയായിരുന്നു. എന്നാൽ ഇത് ഇന്ന് സർവ്വസാധാരണമായ ടെക്നോളജിയാണ്. ഇപ്പം ഒരു കാര്യം വളരെ കൃത്യമായി മനസ്സിലായില്ലേ? ലേസർ എന്നത് നാച്ചുറലായിട്ടുള്ള ഒരു പ്രതിഭാസമല്ല, അത് മനുഷ്യനിർമ്മിതമാണ്. അതൊരു ടെക്നോളജിയാണ്. കഴിഞ്ഞ മാസമാണെന്ന് തോന്നുന്നു ഒരു വലിയ വാർത്ത മാധ്യമങ്ങളിലെല്ലാം വന്നു. ഏതോ അന്യഗ്രഹജീവികൾ അയച്ചു എന്ന് കരുതപ്പെടുന്ന ചില ലേസർ സിഗ്നലുകൾ ഇവിടെ കിട്ടി എന്ന്. ഇനിയൊന്ന് ആലോചിച്ച് നോക്കൂ, ആ വാർത്ത സത്യമല്ല. കാരണം ലേസർ എന്ന് പറയുന്നത് ടെക്നോളജിയാണ്, അത് കൃത്രിമമായി ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ വാർത്ത സത്യവുമല്ല. എന്നാൽ ലേസർ സിഗ്നലുകൾ കിട്ടി എന്നുള്ളത് സത്യമാണ്. അത് പക്ഷേ അന്യഗ്രഹ ജീവികളൊന്നും അയച്ചതല്ല. നാസ അയച്ച ഒരു പേടകത്തിൽ നിന്ന് അവർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ച സിഗ്നലുകളാണത്. അതായത് മനുഷ്യർ ഉണ്ടാക്കിയ സിഗ്നലുകൾ തന്നെയാണ് ആ കിട്ടിയത്. ലേസറിനെ പറ്റി ഒരു ഏകദേശ ധാരണ ഉണ്ടാകും എന്ന് കരുതുന്നു. ഈ സബ്ജക്റ്റ് ഇത്തിരി ഗഹനമാണ്. കഴിയുന്നത്ര ലളിതമായി പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നമസ്കാരം.